ഈ രാഘവൻ രാധാകൃഷ്ണൻ ഈ വീഡിയോ ഇട്ട് പ്രചരിപ്പിച്ചതിന് ഗവർണർക്കും മുഖ്യമന്ത്രി അതുപോലെ DGP കൊല്ലം കമ്മീഷണർ കുട്ടി SHO ചാത്തന്നൂർ ACP അങ്ങനെ നിരവധി പേർക്ക് ഞങ്ങൾ പരാതികൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ മകൻ ആവശ്യപ്പെട്ടത് ഞാനും ആവശ്യപ്പെട്ട കാരണമാണ്. ഇവർ ഈ വീഡിയോയിലൂടെ ഈ അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ഇവർ പോലീസിന് മുമ്പിൽ ഹാജരാക്കണം. അതുപോലെ എനിക്കോ എൻ്റെ മകനോ 6 വർഷമായ മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഞങ്ങളെ മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറെയും ഇവർ ഹാജരാക്കാൻ തയ്യാറാവണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ ഇയാൾക്കെതിരെ കേസെടുക്കണം. പക്ഷേ കൊട്ടിയം പോലീസ് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി അവമാനിക്കുന്നതിന് പോലീസിന് കേസെടുക്കാൻ ഒക്കില്ല, നിങ്ങൾ കോടതി വഴി പോകണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും കോടതിയിൽ കൊടുത്തിട്ടില്ല. പോലീസ് തന്നെ കേസെടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഞാൻ നിയമപരമായിട്ട് പോകുന്നതിന് ഈ നാദിർഷയുടെ വീട്ടിൽ വീണ്ടും ഈ രാഘവൻ രാധാകൃഷ്ണൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ നാദിർഷയുടെ വീട്ടിൽ നാദിർഷയും ഈ അന്ന് വീഡിയോ പിടിച്ച തുണ്ട് ട്രേഡേഴ്സ് ഉടമയുടെ മകൻ അജുമോൻ അങ്ങനെ വേറെ കുറച്ച് ചെറുപ്പക്കാർ എല്ലാം കൂടെ ഒത്തുകൂടിക്കൊണ്ട് രാത്രി സമയത്ത് ഞങ്ങളെ വന്ന് ചീത്ത വിളിക്കുകയും ഞങ്ങൾ അപ്പോഴത്തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. 112-ൽ നിന്ന് പോലീസ് അപ്പോഴത്തന്നെ എത്തിയപ്പോഴും ഈ ചെറുപ്പക്കാർ ഈ വീട്ടിൽ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ്. പോലീസ് വന്ന് ഈ വീഡിയോ ഞങ്ങൾ പോലീസിനെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവരത് കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ സമാധാനമായിട്ടിരി, അകത്തോട്ട് നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങളും തിരക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരെ വീട്ടിൽ ചെന്നു. ഇവരെ എല്ലാവരെയും അവിടെ നിന്ന് പോലീസ് വെളിയിലോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞതിന് ശേഷം ഈ നാദിർഷ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ വീട്ടിനകത്തേക്ക് ഓടിക്കയറി ആയുധവും എടുത്തും കൊണ്ട് ഈ 112-ലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ ശ്രമിക്കുകയും പോലീസ് പെട്ടെന്ന് അയാളെ തടയുകയും ചെയ്തു. അയാൾ അലറി വിളിച്ചും കൊണ്ട് പോലീസിന് മുമ്പ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ്, ഇവരെ ഞാൻ വെട്ടി നുറുക്കി പീസാക്കി കൊല്ലുമെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അവന് അങ്ങനെ പറയാനായിട്ട് ശക്തി നൽകുന്നത് ഈ രാഘവൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അയാളുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്തും പ്രചരിപ്പിച്ച് എന്ത് വേണമെങ്കിലും ഇവന് സഹായം ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു ധൈര്യമുണ്ടായതിൻ്റെ പുറത്താണ് ഇവനിത് പറയാൻ തയ്യാറായത്. ഒരുമാതിരിപ്പെട്ട വ്യക്തികളൊന്നും ഒരു പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ഒരിക്കലും നിയമത്തിൻ്റെ മുമ്പിൽ വെച്ച് മറ്റുള്ള ഒരാളെ കൊല ചെയ്യുമെന്ന് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ അത് ഞങ്ങൾ കേൾക്കേണ്ടി വന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് വധഭീഷണിയുണ്ട്. ഞാൻ ആ വിവരത്തിന് എല്ലാ പോലീസ് മേലധികാരികളെയും ഞങ്ങൾ കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും മനുഷ്യാവകാശ കമ്മീഷൻ 2019-ലും 2021-ലും ഇട്ട പ്രൊട്ടക്ഷൻ പ്രകാരം എല്ലാ ദിവസവും പോലീസ് വീട്ടിൽ വരികയും പട്ടാ ബുക്ക് വെച്ചിട്ടുണ്ട്, അതിലൊപ്പിട്ടിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങളാൽ ഇപ്പോൾ പോലീസ് കൃത്യമായി വരാതെയും ഇരിക്കുകയാണ്. അതിൻ്റെ ഭയത്താൽ ഞങ്ങൾ വീണ്ടും കമ്മീഷണർക്കും എല്ലാം പരാതികൾ കൊടുത്തിട്ടുണ്ട്. കൃത്യമായ പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെ വീട്ടിൽ പോലീസ് പ്രൊട്ടക്ഷൻ വരുന്നത് ഈ നാദിർഷയുടെ വീട്ടുകാർക്ക് വളരെ വിഷമം ഉളവാക്കുകയാണ്. കാരണം പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതിരുന്നാൽ മാത്രമേ ഇവർക്ക് ഞങ്ങളെ എന്തും ചെയ്യാനൊക്കൂ എന്നുള്ളൊരു ധൈര്യമാണ് അവർക്കുള്ളത്. പോലീസ് പ്രൊട്ടക്ഷൻ വരുന്നത് അവർക്ക് വളരെയധികം വിഷമം ഉളവാക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടല്ല, ഈ വ്യക്തികൾ തന്നെ 2018-ൽ ഉപദ്രവിച്ച ഒരു പ്രശ്നത്തിന് വെച്ച് മുൻനിർത്തിയാണ് ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയത്. ആ 2019-ലിട്ട പോലീസ് പ്രൊട്ടക്ഷൻ അന്ന് മുതൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഇത്രയുമൊക്കെ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും കിടക്കുമ്പോഴാണ് ഞങ്ങളെ ഇത്രയൊക്കെ മോശമായ രീതിയിൽ ഈ രാഘവൻ രാധാകൃഷ്ണൻ സമൂഹത്തിലൂടെ ഞങ്ങളെ അവമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലുള്ളവരടുത്ത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കയ്യിൽ ആർക്കും കൊടുക്കാൻ കാശില്ല. ഒരു മനുഷ്യർക്കും ഞങ്ങൾ 5 പൈസ കൈക്കൂലിയും കൊടുത്തിട്ടില്ല. ആർക്കും പണമോ മറ്റു കാര്യങ്ങളോ അവർക്ക് ആവശ്യമുള്ളതൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുമെങ്കിൽ അവരെ ഇവർ തന്നെ ഒരു സംഘമുണ്ട്, ഇവർ തന്നെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും കുടുംബം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വന്ന അനുഭവം അവർക്കും ഉണ്ടാകുമെന്ന് ഭയന്ന് അവർ പിന്നോട്ട് വലിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ആരുമില്ലെങ്കിലും ഞങ്ങൾ 3 പേർ മാത്രമാണുള്ളത്. ഞങ്ങൾ അന്നും ഇന്നും നിയമപരമായി മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. നാളെയും അതേ രീതിയിൽ തന്നെ നിയമപരമായി മുന്നോട്ട് പോകും, ജീവിച്ചിരിക്കുന്നെങ്കിൽ മാത്രം. ഞങ്ങൾ ഇന്ന് വരെ
ഈ രാഗൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ട് സംസാരിച്ചിട്ടുമില്ല. പക്ഷേ ഇയാളുടെ വാർത്ത ഇയാളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടപ്പോൾ ഇയാളുടെ ഫസ്റ്റ് പ്രേക്ഷകൻ തന്നെ പ്രദീപ് എന്നാണ്ട് പറയുന്നൊരു സാറാണ് ചോദിച്ചു, ഇങ്ങനെ ഒരു വീഡിയോ താങ്കൾ പ്രചരിപ്പിച്ചപ്പോൾ മറ്റ് ആ പാവപ്പെട്ട കുടുംബത്തിനും കൂടെ പറയാനുള്ളതും കൂടെ കേട്ട് ഇതിനകത്ത് ഇടണ്ടായിരുന്നു. ഇങ്ങനെ താങ്കൾ ഇവർ പറയുന്നത് മാത്രം കേട്ട് ഈ വീഡിയോ ഇട്ടത് ശരിയായില്ലല്ലോ, അവർക്ക് പറയാനുള്ളതും കൂടി ഇതിനകത്ത് പ്രചരിപ്പിക്കേണ്ടായിരുന്നോ, ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു കുടുംബത്തെ തേജോധം ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടി, ഞാൻ അവരോട് ചോദിച്ചു, പക്ഷേ അവർക്ക് ന്യൂസ് തരാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. പക്ഷേ ഇയാൾ ന്യൂസ് എടുത്ത ദിവസം ഇയാൾ അവിടെ വന്നപ്പം മുതൽ തിരിച്ചു പോകുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ ശബ്ദത്തോടു കൂടി എൻ്റെ CC ക്യാമറയിലുണ്ട്. ഞാനത് പിടിച്ചും വച്ചിട്ടുണ്ട്. ഞാൻ നിയമപരമായി പോകുമ്പോൾ അത് ഹാജരാക്കുകയും ചെയ്യും. ഇല്ല, ഞങ്ങൾക്ക് പോലീസിൻ്റെ നിന്നും മോശമായ ഒരു അനുഭവം ഉണ്ടാവുന്നില്ല. അവരെല്ലാവരും അതിൻ്റെ കൃത്യമായ തെളിവുകൾ പരിശോധിച്ചിട്ട് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായപ്പോൾ അവർ രണ്ട് വിഷയത്തിനും FIR എടുത്തിട്ടുണ്ട്. അതിൽ ആ മരം മുറിച്ചതിന് ശേഷം ചീത്ത വിളിച്ചതിനും അതുപോലെ തന്നെ ഞങ്ങളെ ഗുണ്ടൊക്കെ എറിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ പൊട്ടിച്ചതിനും എടുത്ത FIR ആണിത്. അതിനകത്ത് എല്ലാവരുടെ പേരിലും FIR എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഞങ്ങളെ വെട്ടിക്കൊല്ലുമെന്നും പറഞ്ഞ് 112-ൽ നിന്ന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മുമ്പ് വെച്ച് സംഘം ചേർന്ന് ചീത്ത വിളിച്ചതിനും അതിനും FIR എടുത്തിട്ടുണ്ട്. 2 കേസും കോടതിയിലേക്ക് ചാർജായിരിക്കുകയാണ്. പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായ നടപടിയാണ് ഈ 2 വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഈ രാഗൻ രാധാകൃഷ്ണനെ അറിഞ്ഞൂടാ, അയാളുടെ ബാക്ക്ഗ്രൗണ്ടും എനിക്ക് അറിഞ്ഞൂടാ. അയാൾ പറയുന്നത് എന്നെ അറിയാമെന്ന് പറയുന്നു, എൻ്റെ കുടുംബത്തെ അറിയാമെന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് കുടുംബത്തിന്, എനിക്കോ എൻ്റെ മകനോ എൻ്റെ ഭർത്താവിനോ അയാളെ അറിഞ്ഞുകൂടാ. പിന്നെ അയാൾക്ക് എന്തെല്ലാം ബാക്ക്ഗ്രൗണ്ട് പരിപാടികളുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളതൊന്നും തിരക്കാനും പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ രോഗാവസ്ഥയായാലും ഞങ്ങൾക്ക് തന്നെ മറ്റ് പ്രശ്നങ്ങളായാലും ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇയാളെ തിരക്കാൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു വ്യക്തി ഞങ്ങളൊക്കെ ഇങ്ങനെ ന്യൂസ് ഇട്ടതിന് ശേഷം ഇയാളെപ്പറ്റി ഞങ്ങൾ തിരക്കുകയുണ്ടായി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇയാൾ ഒരുപാട് കുടുംബങ്ങളെ ഇതേ കണക്ക് പണം വാങ്ങി, അയാൾ തന്നെ അയാളുടെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട്, ഞാൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് അയാൾ പറഞ്ഞേക്കുന്നു. ഒരു കമൻ്റ് അയാൾ ഇട്ടേക്കുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് ഇതേ കണക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഇയാൾ അവമാനിച്ച കുറച്ച് കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ പറ്റിയിട്ടൊക്കെ തിരക്കിയപ്പോൾ ഇയാൾ ഗുണ്ടായുസവും എല്ലാം ചെയ്യുന്ന ആളാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അല്ലാതെ അയാളെ പറ്റിയുള്ള മറ്റ് വിവരങ്ങളൊന്നും എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ. കൊല്ലം കമ്മീഷണർ സാറിന് ഞാൻ പരാതി കൊടുത്തപ്പം അതും സാറ് കൊട്ടിയം SHOയ്ക്കാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ മകൻ പിന്നെ ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്. അതും എല്ലാം ഫോർവേഡ് ചെയ്ത് വന്നേക്കുന്നത് കൊട്ടിയം SHOയ്ക്കാണ്. പക്ഷെ അവർ പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറുപടി, സോഷ്യൽ മീഡിയ വഴി അവമാനിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാനൊക്കില്ല, കോടതിയിലാണ് കേസെടുക്കേണ്ടത്. അതുകൊണ്ട് ഇയാൾക്കെതിരെ നിങ്ങൾ കോടതിയെ സമീപിക്കുക എന്നാണ് അവർ പറയുന്നത്. സൈബർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തെന്നല്ല, അവരും ഒരു നടപടിയും ചെയ്തു തന്നിട്ടില്ല. അല്ല, കൊല്ലത്ത് തന്നെയാണ്. തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ കൊടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഏതോ ഒരു പരാതി ഫോർവേഡ് ചെയ്ത് വന്നത്, അത് ഏത് പരാതിയാണെന്ന് അറിയില്ല, കൊട്ടിയം പോലീസ് തന്നെ തിരുവനന്തപുരത്തേക്ക് കൊടുത്തിരിക്കുന്നെന്ന് പറയുന്നു. അത് വ്യക്തതയല്ല. അത് മാത്രമല്ല, ഞാൻ DGPക്കും പിന്നെ അതുപോലെ തന്നെ കൊല്ലം കമ്മീഷണർക്ക് PRDയിൽ എല്ലാം ഞാൻ ഇയാളുടെ ചാനൽ നിർത്തലാക്കുന്നതിന് വേണ്ടിയും ഇയാളുടെ പേരിൽ കാപ്പ ചുമത്തുന്നതിന് വേണ്ടിയും ഞാൻ പോലീസ് പിന്നെ കളക്ടർക്കും കമ്മീഷണർക്കും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇയാളുടെ ഈ ചാനൽ നിർത്തലാക്കുന്നത് വരെയും ശക്തമായ രീതിയിൽ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് എൻ്റെ തീരുമാനം. ഇന്ന് ഞങ്ങൾ കുറച്ച് പേർ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും എപ്പോഴും ഒരേ മനസ്സോടെ നിൽക്കുമെങ്കിൽ ആ മനസ്സോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് പോയി ഇയാളുടെ ഈ ചാനൽ നിർത്തലാക്കി നാളെ ഒരു കുടുംബത്തിനെ, ഇന്നിപ്പോൾ ഇതുവരെ അവമാനിച്ചവരെല്ലാം അവമാനിതരായി, പക്ഷെ നാളെയെങ്കിലും ഒരു കുടുംബം, ഒരു വ്യക്തിയും ഇതുപോലെ അവമാനിതരാവാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുടുംബവും ഇയാൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുമാത്രം പോരാ, പിന്നെയോ ബെല്ലൈക്കൺ അമർത്തണം. എന്നാലേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പ്രോഗ്രാം ചടപടാന്ന് നിങ്ങളുടെ മുൻപിലെത്തൂ.